സംഭവം സത്യമാണ്. സമയം കുറവാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷേ അവസരം അത് കുറവൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെയുണ്ട്. ഈ ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ. ബിക്കോസ് കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. മെയ് 2-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതുവരെ പഠിച്ച രീതിയോ ഇതുവരെ പഠിച്ച കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ പരീക്ഷ ജയിക്കുമോ ജയിക്കില്ലയോ എന്ന് തീരുമാനിക്കുന്ന കാര്യം. നിങ്ങൾ ഇനി മുതലുള്ള കുറച്ച് ആഴ്ചകൾ എങ്ങനെ പഠിക്കുന്നു, ഏത് രീതിയിൽ സ്റ്റഡീസിനെ ഓറിയന്റ് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നിങ്ങൾ ഈ പ്രിലിംസ് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള വിധി വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ. അവസാന നിമിഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി പ്ലാൻ തന്നെ ഫോളോ ചെയ്യണം. ഇനിയുള്ള കുറച്ചാഴ്ച, ഒരു 3 ആഴ്ചയോ അല്ലെങ്കിൽ 3.5 ആഴ്ചയോ ഒക്കെ എടുത്ത് സിലബസ് എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ടെലിഗ്രാം ചാനലിൽ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ലാസ്റ്റ് മിനിറ്റ് മാസ്റ്റർ പ്ലാന്റെ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ PDF ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് ഈ PDF എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോകും. അതിനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മുടെ ഈ ഡിഗ്രി പ്രിലിംസിന്റെ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, ഈ പ്ലേലിസ്റ്റും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, ധാരാളം ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകളൊക്കെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി എടുക്കുന്ന മോക്ക് ടെസ്റ്റിനകത്ത് ഈ ടോപ്പിക്സിലെ ചോദ്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കുക, 2019 മുതൽ 2025 ലാസ്റ്റ് വരെയുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും നന്നായിട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് നന്നായിട്ടൊന്ന് പഠിച്ചാൽ തന്നെ നമ്മൾ പ്രിലിംസ് പാസ്സാവും. അതൊക്കെ ഹോട്ട് ടോപ്പിക്സിന്റെ PDF ആണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്, അത് നിങ്ങൾക്ക് തന്നേക്കാം. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. സിലബസ് 100% അങ്ങ് പഠിച്ചിട്ട് എക്സാമിന് പോകാൻ ആരും വിചാരിക്കേണ്ട. അത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സെലക്റ്റീവ് സ്റ്റഡി നടത്തുക. അതിനോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യുക. എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്മാർട്ട് വർക്ക് നിങ്ങൾ ചെയ്യുക. കാര്യം ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. ഇതുവരെ PSC ചോദിച്ചിട്ടേ ഇല്ലാത്തൊരു ടോപ്പിക്സ് ഇനി പ്രിലിംസിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം തീമിൽ നിന്ന് നമുക്ക് പഠിക്കാം. വരാൻ സാധ്യതയുള്ള പുതിയ തീംസ് ഉണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഒരു ബ്ലൂ പ്രിന്റ്. ഡേ 1 ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒന്നും പറഞ്ഞു, നിങ്ങൾ സ്റ്റെപ്സ് എന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഡേ 1 പ്രൈമറി ഫോക്കസ് എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും ആയിരിക്കണം. ഇവിടെ കേരള ജോഗ്രഫിയിൽ നിങ്ങൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് കേരള മാത്രം പഠിച്ചാൽ മതി. കാര്യം മാർക്ക് അവിടെ വളരെ കുറവാണ്. പക്ഷെ ഹിസ്റ്ററി, മൊത്തത്തിൽ ഹിസ്റ്ററിന്ന് 10 മാർക്ക് വരാൻ പോകുന്നത് തന്നെ അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ഈ ടോപ്പിക്സ് ഫിനിഷ് ചെയ്യാം. ഇതാണ് പ്രൈമറി ഫോക്കസ്. സെക്കൻഡറി ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ പ്രൈമറിയേക്കാൾ കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഡെയിലി ഒരു 5 മണിക്കൂർ പഠിക്കാൻ സങ്കല്പിക്കാം. 3 മണിക്കൂർ പ്രൈമറിക്ക് കൊടുക്കുക, 2 മണിക്കൂർ സെക്കൻഡറി ഡൊമൈൻ കൊടുക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞാനാണെങ്കിൽ ഇവിടെ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, രാവിലെ എനിക്ക് ഏറ്റവും ബ്രെയിൻ ആക്ടിവിറ്റി ഉള്ള സമയം രാവിലെയാണ്. ഞാൻ രാവിലെ ഇരുന്ന് പ്രൈം ടൈമിലിരുന്ന് പ്രൈമറി ഏരിയാസ് പഠിക്കും. സെക്കൻഡറി ഏരിയാസിനകത്ത് സെലക്ടഡ് ടോപ്പിക്സ് ഞാൻ പഠിക്കും. പക്ഷെ സെക്കൻഡറി കൂടുതൽ സമയം ഞാൻ കൊടുക്കുന്നത് ഉച്ചയ്ക്കോ ഈവനിങ്ങിലോ ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനുസരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ഏകദേശം ബ്ലൂ പ്രിന്റ് ആണ്. നിങ്ങൾ ഓരോരുത്തരും യുണീക്ക് ആണ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ബ്ലൂ പ്രിന്റിനകത്ത് നമ്മൾ ഏകദേശം ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇടുന്നത്. അതായത് പല ദിവസവും റിവിഷൻ പ്ലാനുകളുണ്ട്. 30 ദിവസം നമ്മുടെ മുമ്പിൽ ഇനിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്തിയെടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ മെന്ററുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് മെന്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ PDF വിശദമായിട്ട് അനലൈസ് ചെയ്യാം. ഒരുപക്ഷെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പല പോർഷൻസും നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. ഇപ്പൊ ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും സമയം ഞാൻ കൊടുക്കില്ല, ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി പോർഷൻ ഇത്രയും സമയം ഞാൻ കൊടുക്കില്ല. കാര്യം ആ 2 ഏരിയ എൻ്റെ ഉള്ള ഏരിയാസ് ആണ്, എനിക്ക് ഉറപ്പുണ്ട്. മറ്റ് ടോപ്പിക്സിലേക്കായിരിക്കും ഞാൻ പോകുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡി പ്ലാൻ ഒരുപക്ഷെ ഒരു 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാലിബ്രേറ്റ് ചെയ്താൽ മതി, സംഭവം സെറ്റാണ്. ഈ ടോപ്പിക്സ് ഒക്കെ മെന്റർഷിപ്പ് സഹായത്തോടു കൂടി പഴുതടച്ച് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡിഫറെന്റ് ബാച്ചസ് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്.
പ്രിലിംസ് ടെസ്റ്റ് സീരീസിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം സമഗ്രമായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് ഡിസ്കഷൻസ് എല്ലാം ഉണ്ട്. 499 രൂപ മാത്രമാണ് അതിന്റെ ഫീസ് വരിക. സോ ബാച്ചിന്റെ ഫീസ് മാത്രമാണ് കുറവ്. ബാച്ചിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്ക് പഴുതടച്ച് തന്നെ തയ്യാറെടുക്കണം. ക്ലിയർ ആണല്ലോ? ഇതിന്റെ മറ്റ് പേജസ് ജസ്റ്റ് നോക്കുക. ഡേ 3 നമ്മൾ ഏതാണ് നോക്കേണ്ടത്? അവിടെ കേരള റിനൈസൻസ്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമികളോ ഡോക്ടർ പൽപ്പുവോ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരില്ലാത്തൊരു PSC ചോദ്യപേപ്പർ എന്ന് പറയുമ്പോൾ അത് അപൂർവമാണ്. അപ്പൊ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ആവും. അപ്പോൾ അധികം ചോദ്യങ്ങൾ വരാത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നതാണോ നല്ലത്, അതോ റിനൈസൻസ് കേരള നവോത്ഥാനം എന്ന് പറഞ്ഞ ഈ ടോപ്പിക്ക് പഠിക്കുന്നതാണോ നല്ലത്? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള മേഖലകൾ. ഇവിടെ ആർട്ടിക്കിൾ 12 എന്നൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇനി വരാൻ പോവാണ്. ആർട്ടിക്കിൾ 12 ഒക്കെ ഹോട്ടായി വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ സമഗ്രമായി തന്നെ കവർ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന റിട്ടാണ്. ഓക്കെ. അതുപോലെ പ്രിലിംസ് പാസ്സാവാനുള്ള മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. 50 മാർക്ക് വരുന്ന എവിടുന്ന? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്. ആ ഏരിയാസ് PYQs പഠിച്ചാൽ പോലും നമുക്ക് മിനിമം ഒരു 30 മാർക്കിന് കിട്ടേണ്ടതാണ്. അത് നമ്മൾ നേടിയെടുക്കണം. GK ടോപ്പിക്സ് ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയായാലും ഒരു 30 മാർക്ക് കിട്ടും. കാര്യം IT എന്ന് പറയുന്ന ചെറിയൊരു സബ്ജക്റ്റ് ഇതിന് 5 മാർക്കുണ്ട്. ഒരു 3-4 ദിവസം ഇരുന്ന് IT നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ സ്മാർട്ടായി നിങ്ങൾ ചിന്തിച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, ഈ പ്ലേലിസ്റ്റിനകത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഓരോന്നിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേലിസ്റ്റ് കണ്ട സമയങ്ങളെ നിങ്ങൾക്ക് വയ്യ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ടിൽ കൂടി ഇതെല്ലാം പെട്ടെന്ന് ഒരു തുച്ഛമായിട്ടുള്ള ഫീസിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ബാച്ചസ് പരിഗണിച്ചാൽ മതി. ഈ ബാച്ചസിന് എൻക്വയറി നിങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ തരും. ആ ഡെമോ ക്ലാസ് കണ്ടാൽ തന്നെ നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻ, ഓരോ സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. അത് കണ്ടാൽ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചുരുക്കി പറയാനുള്ളൊരു കാര്യം. ഇറ്റ്സ് എ ഗെയിം ഓഫ് കോൺഫിഡൻസ്. പ്രിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാകാൻ കഴിയുന്ന ഒരു പരീക്ഷ മാത്രമാണ്. മെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫറെന്റ് ബോൾ ഗെയിമാണ്. നമുക്കത് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം പ്രിലിംസ് ചാടി കിടക്കാൻ നോക്കാം. അയ്യോ സമയം കുറവാണ് എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട. കുറവാണെന്നൊക്കെയുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഒട്ടും കുറഞ്ഞിട്ടില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. സോ അത്തരത്തിൽ ആത്മവിശ്വാസത്തോടെ പഠിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ കോൺഫിഡൻസ് എന്ന് കമന്റ് ചെയ്യുക. കോൺഫിഡൻസ്. സോ ഓൾ ദ ബെസ്റ്റ്. ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.